ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മുടെ 7/7 പോർട്ടലിൻ്റെ ദിവസമാണ്. ഇന്നലെ തന്നെ ഇടണം വിചാരിച്ചായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. റീഡിങ് നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ 7/7 പോർട്ടൽ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടും കുറച്ച് ക്ലെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയും. എന്താണ് 7/7 പോർട്ടൽ? ആദ്യത്തെ കാര്യം, ഓക്കെ, 7/7 പോർട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജൂലൈ 7th അല്ലേ? അപ്പോൾ 7 ആണ്. സോ 7 എന്നുള്ള നമ്പർ, ഓക്കെ, നമ്പർ 2 തവണ റിപ്പീറ്റ് ആവുകയാണ്. ആ റിപ്പീറ്റ് ആവുമ്പോൾ ഓരോ നമ്പറിനും ഓരോ പവർ ആണെന്നാണ് പറയുക. സോ അതിനനുസരിച്ചിട്ട് നമ്പറിൻ്റെ പവർ കൂടുതലാവുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് നമ്മൾ 7/7 പോർട്ടൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ആൻഡ് 7 എന്നുള്ള നമ്പർ അത് തന്നെ ഒരു വളരെയധികം പവർഫുൾ ആയ ഒരു നമ്പറാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാവർക്കും അറിയുന്ന കാര്യം, 777 നമ്മൾ പറയാറുണ്ട് ലക്കിന്റെ നമ്പർ ആണെന്ന്, അല്ലെ? 3 തവണ 7 വരുന്നത്. എഗെയിൻ 7 ആയാലും നമ്മൾ പറയാറുണ്ട് ലക്കിന്റെ നമ്പർ ആയിട്ട് എടുക്കും. എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ ലക്കി നമ്പർ, നമ്മൾ ഭാഗ്യം നമ്പർ, അല്ലെ? ആ 7 എടുക്കാറുണ്ട് ഒരുപാട് തവണ. അതുപോലെ നമ്മളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നത്, എന്തൊക്കെയാണ് 7 എന്നുള്ള നമ്പറുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക. 7ൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയാനുള്ളത് 7 കളേഴ്സ് നമ്മുടെ റെയിൻബോയിൻ്റെ, അല്ലേ? അതുപോലെ നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന ക്രൈസ്റ്റ്, യേശു ക്രിസ്തു ഈ മനുഷ്യരെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഭൂമി എന്താണ് അതൊക്കെ ക്രിയേഷൻ എന്ന് പറയില്ലേ? ആ ക്രിയേഷൻ എടുത്തത് 7 ദിവസമാണ് എന്നാണ് പറയുക, അല്ലേ? അതുപോലെ 7 മ്യൂസിക്കൽ നോട്ടാണ് നമ്മൾ പറയും. നമ്മൾ മ്യൂസിക് എഴുതുമ്പോൾ നോട്ട്സ് പറഞ്ഞിട്ട് ഇങ്ങനെ സിമ്പിൾസ് യൂസ് ചെയ്യില്ലേ? അപ്പോൾ അത് 7 എണ്ണമാണുള്ളത്. 7 സ്വരങ്ങൾ, അല്ലേ? സോറി, അതിന് പറയുന്ന 7 സ്വരങ്ങൾ എന്ന് പറയും. അതുപോലെ 7 കടലാണുള്ളത്, 7 കോണ്ടിനെൻസ് ആണുള്ളത്. അതുപോലെ നമ്മുടെ ബോഡിയിൽ നമ്മൾ പറയുന്നത് 7 ചക്ര ഉണ്ട് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആയ ചക്രയാണ്. വേറെയും കുറേ എണ്ണം ഉണ്ട്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചക്ര 7 എണ്ണമാണ് എന്നാണ് പറയുക. അതുപോലെ 7 സ്വർഗമുണ്ട് എന്നൊക്കെയാണ് പറയുക, അല്ലേ? സോ അങ്ങനെ പല പല കാര്യങ്ങളാണ് ഈ നമ്മൾ 7നെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്പിരിച്വലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, 7നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് പോസ് ചെയ്യാനുള്ള സമയമാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക്. ഒന്നാമത് നമ്മളിപ്പോൾ 6 മാസം കടന്നു കഴിഞ്ഞു, അല്ലേ? നമ്മൾ 6 months കടന്നു, ഇനി ഒരു 6 മാസമാണ് ബാക്കിയുള്ളത്. സോ ഇയറിനെ നമ്മൾ പകുതിയാക്കി എടുക്കുന്ന സമയമായിട്ട് നമുക്ക് കണക്കാക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനെ ഒരു പോസ് ആയിട്ടുള്ള ഒരു മന്ത് ആയിട്ട് എടുക്കാം. അതായത് ഈ മാസം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നൊന്ന് ഒരു ബ്രേക്ക് എടുത്ത് നമ്മളൊന്ന് ഇത്രയും കാലം ചെയ്തത്, പിന്നിൽ പോയ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക, ഇനി മുന്നോട്ട് വരാനുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക, പല കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, റിഫ്ലക്റ്റ് എന്ന് പറയാം, റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയാം. എന്താണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്, ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്, ഇനി മുന്നോട്ട് എന്താ വേണ്ടത് എന്നൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു സമയമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അത് മാത്രമല്ല, ശരിക്കും ഈ ഒരു 7/7 പോർട്ടലിന്റെ സമയത്ത് വളരെയധികം നമ്മളൊരു ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന 7ന്റെ നമ്പറാണ്. 7 എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രൗൺ ചക്രയാണ് പറയുക. ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും തലയുടെ മേലെ, എല്ലാവർക്കും അറിയണം എന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു. ചിലവർക്ക് അറിയായിരിക്കും. ക്രൗൺ ചക്ര നമ്മുടെ തലയുടെ ഏറ്റവും മേലെ പറയുന്ന ഒരു പോയിന്റാണ്. സോ ആ ചക്ര ഓപ്പൺ ആയാൽ നമ്മൾ ശരിക്കും യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവും. മെഡിറ്റേഷനിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ എനിവേ, അറിയുന്നവർ ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇല്ലാത്തവർക്ക് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം, ഇന്ന് കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, 7th ചക്ര, അതായത് നമ്മളുടെ ഇൻറ്റ്യൂഷൻ, നമ്മളുടെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മളുടെ ചക്ര, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ 7 അഗൈൻ അങ്ങനെ ഒരു പവർ ഉണ്ട് അതിന്. അതുപോലെ വളരെ മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ നമ്പർ ആണ് എന്ന് പറയാം. ഓക്കെ, ആ സ്പിരിച്വൽ നമ്പർ നമ്മൾ ചെയ്യുന്നത് എന്താണ്? യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ എൻലൈറ്റൻ ആവുക എന്നൊക്കെ പറയും. അത് മാത്രമല്ല, നമ്മളൊരു ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വേൾഡ്, അതായത് നമ്മൾ ഈ ചുറ്റും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നതും നമ്മൾ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും ഇതൊന്നും അല്ലാതെ, ഓക്കെ, നമ്മളൊരു സ്പിരിച്വൽ പവറിലുള്ള ചില ബിലീഫ്സ് ഒക്കെ കൊണ്ടുവരാനും അത് ഇമ്പ്രൂവ് ആവുമ്പോൾ നമ്മളുടെ ഒരു ക്ലാരിറ്റി വർദ്ധിക്കും. നമ്മുടെ ലൈഫ് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഒക്കെ നമ്മൾക്ക് വർദ്ധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, നമ്മൾക്ക് ഒരു യൂണിവേഴ്സിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഗൈഡൻസ് കിട്ടുക എന്ന് പറയും. ഓക്കെ, അതായത് നമ്മൾ സ്വയം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ആ മനസ്സിലാക്കൽ കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, ഞാൻ വളരെ സിമ്പിൾ വാക്കുകളിൽ പറയാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ,
നമ്മളുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറെ കൂടി നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഒരു സ്പിരിച്വൽ അലൈൻമെന്റിന്റെ സമയം എന്ന് പറയാം. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഓക്കെ, ആൻഡ് 7 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ ടാരോയിൽ നമ്മൾ എടുക്കുമ്പോൾ ചാരിയറ്റിന്റെ ഒരു കാർഡ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്പർ 7 പറയുന്നത്. ആ നമ്പർ 7 ചാരിയറ്റിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഫോക്കസ് വെച്ച് ഒരു കാര്യത്തിനെ നമ്മൾ ഫോക്കസ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്ന രീതിക്കാണ് ചാരിറ്റിനെ നമ്മൾ പറയാം. അല്ലെങ്കിൽ ഒരു ചോയ്സ്, നമ്മളൊരു തീരുമാനം എടുത്ത് നല്ല രീതിക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ്. ബട്ട് ആ മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും നമ്മൾ പാസ്റ്റിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ലൈഫിൽ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം, ക്ലിയർ ആയിട്ട്. അതായത് നമ്മൾ ചെയ്ത ശരികൾ തെറ്റുകൾ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ്. ഓക്കെ, അതിനെ ക്ലിയർ ചെയ്യുക. അതായത് നമ്മൾ ആ ഇത്രയും കാലം ചെയ്തതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, മാറ്റുക. ഓക്കെ, അതിനെ മാറ്റി വീണ്ടും അതായത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക മുന്നോട്ട്. സോ അതും മനസ്സിലാക്കണം അല്ലേ, അവിടെ നമ്മളൊരു മനസ്സിലാക്കലാണ് വരുന്നത്. സോ ഒരു ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എനിവേ ഇത് ഈ 7 എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മുന്നോട്ടുള്ള മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. സോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കാനുള്ളത് ലൈഫിൽ തന്നെ. പക്ഷെ അതിനെ കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യണം, നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ആൻഡ് മുന്നോട്ട് പോകാനുള്ള ഒരു ക്ലാരിറ്റി, എന്താണ് നമ്മൾ വേണ്ടത്, എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ ചെയ്തതിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ 7-7 പോർട്ടലുമായിട്ട് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയണം. അല്ലാതെ ഒരുപാട് സ്പിരിച്വലായിട്ട് സംസാരിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. സോ ഓക്കെ, ഞാൻ പറയുന്നത് ജസ്റ്റ് കോമൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻക്ലൂഡായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഇങ്ങനെ ക്ലിയർ 7 ഇപ്പോൾ ഈ 7-7 പോർട്ടലിൻ്റെ ദിവസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റിൽ നമ്മൾ ചെയ്തു പോയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇല്യൂഷൻസ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ, ഓക്കെ, അതിൽ നമ്മൾക്ക് ശരിയല്ലാതിരുന്നത് അതിനെ വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക, ഹീൽ ചെയ്യുക, നമ്മളെ തന്നെ ഹീൽ ചെയ്യുക. ഓക്കെ, നമ്മളെ പാസ്റ്റിലെ ചില വിഷമങ്ങൾ, വേദനകൾ, പേടികൾ, ഇതിനെയൊക്കെ നമ്മളൊന്ന് ഹീൽ ചെയ്യുക എന്ന രീതിക്കാണ്. ആൻഡ് അതിനെ ഹീൽ ചെയ്ത് നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾക്കൊരു നമ്മുടെ പർപ്പസ്, ഓക്കെ, നമ്മളെ ലൈഫിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ലൊരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ മാനിഫെസ്റ്റേഷൻ പോർട്ടൽ കൂടിയാണ്. സോ അതിനെയാണല്ലോ പറഞ്ഞു വന്നത്. മീൻസ് മാനിഫെസ്റ്റേഷന് നല്ലതാണ് ഈ ദിവസം. സോ ഈ ദിവസം നമ്മൾ ആ മാനിഫെസ്റ്റേഷൻ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിനെ മുന്നോട്ട് ബിൽഡ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശമാണ് ഇന്നത്തെ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ചില റിച്വൽസ് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ ഐ തിങ്ക് വീഡിയോൻ്റെ എൻഡിൽ പറയാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് എന്താ പറയുക, ഞാൻ കുറച്ച് കാർഡ്സ് എടുക്കാം. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ 7ൻ്റെ നമ്പറാണ്. സോ 7 കാർഡ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, സോ വാട്ട് ഐ എം തിങ്കിങ്, ഞാൻ ആലോചിക്കുന്നത് ഇതിൽ നിന്ന് 3 കാർഡ് എടുക്കാം. ഓക്കെ, ടാരോയിൽ നിന്ന് 3 കാർഡ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എനിക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത്. പ്ലസ് നമുക്ക് ഇതിൽ നിന്ന് ഒരു 3 കാർഡ്. ഓക്കെ, ഇത് ഒറക്കിൾ ഡെക്കിൽ നിന്ന് 3 കാർഡ്. ഞാനപ്പോൾ ഗണേശ ഭഗവാനെ വെച്ചിട്ടുണ്ട്, ഗണേശൻ്റെ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ഒരു കാർഡ് ഫൈനൽ നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ 7 എന്നുള്ള നമ്പർ ഒരു ഇതൊക്കെ എന്താ പറയുക, ഒരു 7ൻ്റെ പവർ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ കാർഡ്സ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് റിച്വൽ കൂടി ഞാൻ ലാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇത് ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് ഇന്ന് തൊട്ട് മുന്നോട്ട്. ഓക്കെ, ജസ്റ്റ് 3 കാർഡ് ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കി ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താ കാണിച്ചു തരുന്നത്. പാസ്റ്റിന്റെ ഫ്യൂച്ചറിന് ഇന്നത്തെ കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള ഗൈഡൻസ്. ഓക്കെ, ഫ്യൂച്ചർ ഗൈഡൻസ് പ്ലീസ്. ഓക്കെ, 2 ഫോൺസ്, പേജ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് ഫോൺസ്. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ് ബോട്ടം ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കേണ്ടത്. ഇവിടെ 3 കാർഡ് മെയിൻ ആയിട്ട് എനിക്ക് പറയുന്നത് 2 ഓഫ് ഫോൺസ് പറയുന്നുണ്ട്. സോ മുന്നോട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തീരുമാനമെടുക്കലാണ്. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇനി നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾ തീരുമാനമെടുക്കണം. അഗൈൻ ഇവിടെ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സമയം ഇപ്പം നമ്മൾ തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഓക്കെ, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക, മുന്നോട്ട് എന്താ വേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക. സോ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 2 ഓഫ് വാൻസ്, നിങ്ങൾ ഒരു കാര്യം ഓൾറെഡി ചെയ്യാൻ തുടങ്ങി കാണാം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഒരു പ്ലാനിങ് ആവശ്യം
ആവശ്യമുണ്ട്. അതിനുവേണ്ടി സ്റ്റെപ്സ് എടുക്കാൻ നിങ്ങൾക്ക് ഇനി തുടങ്ങൂ എന്ന ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം നമുക്കിവിടെ. പേജ് ഓഫ് കപ്സും ഉണ്ട്. സോ പേജ് ഓഫ് കപ്സും പറയുന്നത് ഒരു ഓഫർ വരുന്ന കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ യെസ് ഓഫർ വരുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നത്. ഗോ ഹെഡ് എന്നാണ് എനിക്ക് കാണുന്നത്. എനിക്ക് നല്ലൊരു ഓഫറാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു തുടക്കത്തിന്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. പേജ് ഓഫ് കപ്സ് ആണ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കൂ. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്, പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങൂ എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ ഇനി മുന്നോട്ട് ഓക്കെ മേ ബി സംതിങ് ഗുഡ് ഇസ് കമ്മിങ്. ഇതിപ്പോൾ എല്ലാവർക്കും ഓരോ തരത്തിലായിരിക്കും. കുറച്ച് പേർക്ക് ഇവിടെ കരിയറിന്റെ കാര്യത്തിൽ ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കാം, പഠിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം, ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സ് ആയിരിക്കാം. ഓക്കെ പല കാര്യങ്ങളും ഓരോരുത്തർക്കും എല്ലാം നമുക്ക് പറയാം. ഓക്കെ സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഓഫർ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഓഫർ, ഒരു കരിയറിന് ജോലിയുടെ ഓഫർ, ഒരു ഫ്രണ്ടിന്റെ ഒരു ഹെൽപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യം, അങ്ങനെ പുതിയൊരു ഫ്രണ്ട് വരുന്നത്. ഓക്കെ അങ്ങനെ പല കാര്യങ്ങളുമാണ് കാണുന്നത്. അഗെയിൻ പണത്തിന്റെ ഓഫർ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം. ഒരു മെസ്സേജ് വരുന്നുണ്ട്, ആ മെസ്സേജ് വരുന്നത് നിങ്ങളെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആ ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആൻഡ് ഇവിടെ എനിക്ക് ഗ്രോത്ത് ആണ് കാണുന്നത്. ക്വീൻ ഓഫ് വാൻസിന്റെ കാർഡാണ്. വളരെ നല്ല ഒരു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇത് ലേഡി എനർജിയാണ്, പക്ഷെ ഫെമിനൈൻ തന്നെ ആവണമെന്നില്ല. ഇവിടെ മാസ്കുലൈൻ കൂടി നമുക്ക് പറയാം. കാരണം അത്രയും സ്ട്രോങ് ക്യാരക്ടറായിട്ടാണ് നമ്മൾ ക്വീൻ ഓഫ് വാൻസിനെ എടുക്കുക. വളരെ കഴിവുള്ള ഒരു വ്യക്തി, വളരെ അബണ്ടൻ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന, കൺട്രോൾ ഉണ്ട് ഇവർക്ക്. എന്താ പറയുക, ഇമോഷൻസിനെയും കൺട്രോൾ ഉണ്ട്, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യും. സോ അങ്ങനത്തെ ഒരു ലേഡിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ലേഡി എന്നല്ല, ജെൻസ് ആയാലും സോറി. ഓക്കെ അപ്പം നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ ഒരു കഴിവിനെ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെല്ലാവരും റെസ്പെക്ട് ചെയ്യും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരും. ഓക്കെ ആ കഴിവിൽ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ അബണ്ടൻസ് നിങ്ങൾക്ക് വരാനുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ക്വീൻ ഓഫ് വാൻസ് വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾ അതായത് ഇമോഷൻസ് കൂടുതൽ ഇമോഷണൽ ആവില്ല, എന്നാലോട്ട് ഒരുപാട് പ്രാക്ടിക്കലും ആവില്ല. ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ തന്നെയാണ് വേണ്ടതും. നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ട് പറയാം. നിങ്ങൾ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഗ്രോത്ത് അബണ്ടൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ സോ അഗൈൻ നമ്മൾ പറഞ്ഞ 7 of 7 ആ ഒരു മീനിങ് നമ്മൾ പറഞ്ഞത് യെസ് അത് തന്നെയാണ് വരുന്നത്. നിങ്ങളൊരു തീരുമാനമെടുത്ത് നിങ്ങളൊരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ കാണുന്നത് എനിക്ക്. സെൽഫ് റിലയൻസ് ആക്ച്വലി യെസ് ക്വീൻ ഓഫ് വാൻസ് ഇങ്ങനെയാണ്. ക്വീൻ ഓഫ് വാൻസ് എപ്പോഴും സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം കഴിവിൽ ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അതും ഇവിടെ തന്നെ ഡോവ്. ഓക്കെ ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. വൺ മോർ ലാസ്റ്റ് ലെറ്റിംഗ് ഗോ. ഓക്കെ വെരി ഗുഡ്. ഇവിടെ ഗുഡ് ഫോർച്യൂൺ ഉണ്ട്. സോ നമ്മൾ പറഞ്ഞ പോലെ 7 നമ്പറിനെ നമ്മൾ പറഞ്ഞു, ലക്കിന്റെ കാര്യം പറഞ്ഞിരുന്നു. സോ ഗുഡ് ഫോർച്യൂൺ അത് കണ്ടു ഇവിടെ. ഓക്കെ ഇവിടെ സെൽഫ് റിലയൻസ്, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫ്ലൈ സോളോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ക്വീൻ ഓഫ് വാൻസ് എനർജി നിങ്ങൾ വരികയാണെങ്കിൽ ഇതും അതേപോലെയാണ് കാണുന്നത് അല്ലേ? സെയിം നോക്കൂ. വാവ് യെസ് എക്സാക്ട് സെയിം ആണ് കാണുന്നത് എനിക്കിവിടെ. സോ യെസ് നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ജെൻസ് ആയാലും ലേഡീസ്, നിങ്ങൾ അങ്ങനെ ലേഡി ആയി പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ അങ്ങനെയല്ല. ഈ ഒരു ക്വീൻ ഓഫ് വാൻസിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി കറക്റ്റായിട്ട് ബാലൻസിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയാം നമുക്കിവിടെ. ഓവർ വലിയ ഇമോഷണലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും അല്ല, എന്നാലോട്ട് ഒരുപാട് എന്താ പറയുക സോറി ഇമോഷണലും ആവില്ല, കൂടുതൽ പ്രാക്ടിക്കലും ആവില്ല, ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ തന്നെയാണ് വേണ്ടത് നമുക്ക് ലൈഫിൽ. ഓക്കെ നമുക്ക് ഫെമിനൈൻ ക്വാളിറ്റീസ് ഉണ്ട്, അതായത് കെയറിങ് ആയിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സ്നേഹത്തോടെ ഇരിക്കണം, എല്ലാം വേണം, കഴിവുകൾ ഉണ്ടാവണം, അതെല്ലാം വേണം. അതിൻ്റെ ഒപ്പം അത് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യവും കറേജും ശക്തിയും എല്ലാം ഒരു മാസ്കുലൈൻ, അത് രണ്ടും കൂടി ബാലൻസിലേക്കാണ് ഇവിടെ പറയുന്നത്. സോ അഗൈൻ ഇവിടെ അത് തന്നെയാണ്. ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫ്ലൈ സോളോ. നിങ്ങളെ ആരും സഹായിക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് തനിച്ച് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ സോ ഡോണ്ട് വറി ഇഫ് നിങ്ങൾ തനിച്ചായി പോയി എന്ന് തോന്നും. ബിക്കോസ് അത് തനിച്ച് യൂണിവേഴ്സ് നിങ്ങളെ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റും എല്ലാം. അതുകൊണ്ടാണ്. ഓക്കെ സോ ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ട്രസ്റ്റ് ഡിവൈൻ. ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. യെസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ, ഞാൻ എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മടിച്ച് നിൽക്കണ്ട. യെസ് ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത് പറയുന്നത് ഡോവ് ഉണ്ട്. സോ പീസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ പോകും എന്ന രീതിക്കാണ് ഒരു മെസ്സേജ് വരുന്നതായിട്ട്. അഗൈൻ ഇവിടെ പേജ് ഓഫ് കപ്സിൽ ഞാൻ പറഞ്ഞ ഒരു മെസ്സേജ് വരുന്ന കാര്യം, ഇവിടെ എനിക്കൊരു മെസ്സേജ് വരുന്ന കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് ചെയ്യാൻ, അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും പഠിക്കാനായാലും ജോലിയിലായാലും
നിങ്ങളുടെ ലൈഫിനെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായാലും ശരി, ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത് നിങ്ങളെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ധൈര്യത്തിൽ മുന്നോട്ട് പൊക്കോളൂ എന്നൊരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് വളരെ നല്ല തന്നെയാണ് മുന്നോട്ട് വരാനുള്ളത്. ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യേണ്ടത് മുന്നോട്ട് പോവുക എന്നാണ് അർത്ഥം. എനിക്ക് കുറച്ച് റിസ്ക് ഉണ്ടാവുകയില്ല, ഇല്ല എന്നല്ല, ഓക്കെ, ചെറിയൊരു റിസ്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അത് സാധിക്കും, ചെയ്യൂ എന്നാണ് പറയുന്നത്. ലെറ്റിംഗ് ഗോ, ലേൺ ടു ലെറ്റ് ഗോ. ഓക്കെ, നിങ്ങൾ വേറൊരു കാര്യം ഇതിൽ ചെയ്യാനുണ്ട്, പാസ്റ്റിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, അതായത് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഐ തിങ്ക് 7-7 പറഞ്ഞപ്പോൾ, പാസ്റ്റിൽ നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നമ്മുടെ പേടികൾ, അതിനെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം, എന്താണോ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചിലതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ടാവും. ഓക്കെ, അതിൽ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഇവിടെ ഗ്രോത്ത് വരുള്ളൂ എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ജസ്റ്റ് നമ്മുടെ പേടികളായിരിക്കാം, ചില സ്വഭാവങ്ങളായിരിക്കാം, ചില ശീലങ്ങളായിരിക്കാം, എന്തോ നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട് എന്നൊരു കാര്യമാണ്. അതാണ് നമ്മൾ 7-7 പോർട്ടലിൽ നമ്മൾ പറഞ്ഞ അതാണ്, നിങ്ങൾക്ക് എന്താണ് നല്ലത് അത് മനസ്സിലാക്കൂ. ഇത് നിങ്ങളുടെ ഏത് കാര്യമാണ് നിങ്ങളെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നത്, അതിനെ ലെറ്റ് ഗോ ചെയ്യാം, മാറ്റിക്കളയാം, മാറ്റിവിടാം. ഓക്കെ, ലാസ്റ്റ് കാർഡ് നമുക്ക് 7 ആക്കാൻ വേണ്ടിയിട്ട് 7th കാർഡ് നമുക്ക് ഇന്നത്തെ ഓക്കെ ഓക്കെ എല്ലാം കൂടി വേണ്ട, എല്ലാം കൂടി വേണ്ട, നമുക്ക് ഒന്ന് മതി. ഓക്കെ, ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ. ഒരൊറ്റ കാർഡ് മതി. സോറി, ഞാനിങ്ങനെ ഏതോല്ലോ ആയിപ്പോയി. ഡിലൈറ്റ്, സന്തോഷം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് പോസിറ്റീവ് ഒരു ഔട്ട്ലുക്കാണ് യൂണിവേഴ്സ് പറയുന്നത്. മുന്നോട്ട് സന്തോഷം വരുന്നതായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആക്ച്വലി ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ, നിങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് ഡിലൈറ്റ്, സന്തോഷം ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ സർപ്രൈസ് ആവും. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ മാറിയോ എൻ്റെ ലൈഫ്, ഇനി ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത്രയധികം എൻ്റെ ലൈഫ് മാറിപ്പോയോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ ബ്ലെസ്സിങ്, തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ആൻഡ് നമുക്ക് കുറച്ച് റിച്വൽസ് കൂടി ഞാൻ പറയാം. ഓക്കെ, എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു സൈൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഫ്യൂച്ചറിൽ ഹാപ്പിനെസ്, സന്തോഷം എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാഴ്ച ഇവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് റിച്വലിന് എന്ന് വെച്ചാൽ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒന്ന് ഞാൻ പറയാം. ഓക്കെ, ആദ്യത്തെ കാര്യം, ഫസ്റ്റ് തിങ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ രാവിലെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓൾറെഡി കുളി കഴിഞ്ഞവരാണെങ്കിൽ വിട്ടേക്കും, നോ പ്രോബ്ലം, ഈവനിങ് ചെയ്യാം. അല്ലാത്തവർ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. ഓക്കെ, വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു റിച്വലാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, എപ്പോഴും എങ്ങനെ ചെയ്യാൻ ശരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ സോപ്പൊക്കെ ഇട്ട ശേഷം ലാസ്റ്റ് ഒഴിക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത്, അതായത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ റെഡിയാക്കി വെക്കുക. ഉപ്പിനെ ഓൾറെഡി ഒരു ബൗളിലോ ഒരു പാത്രത്തിലോ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് കുളിച്ച ശേഷം ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപ്പോട് കൂടിയുള്ള വെള്ളം നിങ്ങളുടെ ദേഹത്ത് ഒഴിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ശരിക്കുള്ള മെത്തേഡ്. എങ്ങനെ വേണമെങ്കിലും, പക്ഷെ ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് ആ ഉപ്പിട്ട് ഒരു കുളി, തലയിൽ ഒഴിക്കരുതേ. ഓക്കെ, സോറി, തലയിൽ ഒഴിക്കരുത് പ്ലീസ്. ഓക്കെ, സോ ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. സോ ഫസ്റ്റ് 7 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ അതിൽ പെടുത്തുന്നില്ല. 7th ആയിട്ട് മീൻ ഇത് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇന്ന് ചെയ്യാൻ പറ്റിയത്, ആദ്യം നിങ്ങൾ 7 ക്യാൻഡിൽ അല്ലെങ്കിൽ 7 വിളക്ക് പറ്റിയാൽ, നിങ്ങൾക്ക് വീട്ടിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ചോദ്യം വരില്ല, ആരെങ്കിലും അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തവർ, ഓക്കെ, ഇല്ലാത്ത ആൾക്കാർ മാത്രം നിങ്ങൾ 7 ക്യാൻഡിൽ പറ്റിയ, ക്യാൻഡിൽ ഇല്ലെങ്കിൽ ഇന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. സോ എങ്ങാനും നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ വൈറ്റ് വാങ്ങിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, സാധാ വൈറ്റ് കളർ ക്യാൻഡിൽ 7 എണ്ണം കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് പറ്റിയാൽ നിങ്ങളുടെ റൂമിൽ ലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, റൂമിലോ നിങ്ങൾക്ക് പുറത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ എവിടെയായാലും ഓക്കെ, നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ സാധിക്കുന്നവർ മാത്രം, അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു വിളക്ക്, ഓക്കെ, ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ, എന്തെങ്കിലും ഒരു ലൈറ്റ് കത്തിച്ച് വെക്കുക. ഒന്നുമില്ലെങ്കിൽ വേണ്ട, ലൈറ്റ് ഇട്ട് വെച്ചാൽ മതി, കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, സോ നിങ്ങൾ ഓരോരുത്തരും ഓരോ റെസ്ട്രിക്ഷൻ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. സോ പറ്റുന്നവർ ചെയ്തേക്കാം. ഓക്കെ,
ക്യാൻഡിൽ 7 അല്ലെങ്കിൽ വിളക്കായിട്ട് നിങ്ങൾക്ക് 7 വിളക്ക്, നമ്മൾ ഈ മറ്റേ മൺവിളക്കൊക്കെ നമ്മുടെ കാർത്തികയ്ക്കൊക്കെ വെക്കുന്ന ടൈപ്പിൽ മൺവിളക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഓക്കെ, ഒരു സ്പേസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, സന്ധ്യയ്ക്ക് ശേഷം നിങ്ങളിരുന്ന് 7 മണിക്ക് മുമ്പ് റെഡിയാക്കാൻ ശ്രമിക്കുക അതെല്ലാം. ഓക്കെ, 7 മണിക്കാണെന്ന് മാക്സിമം എന്ന് പറ്റിയാൽ ആ റിച്വൽ നിങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, തുടങ്ങുക അല്ലെങ്കിൽ തുടങ്ങുന്നത് 7 മണിക്ക് അല്ലെങ്കിൽ 7:07. ഓക്കെ, പറ്റിയാൽ ആ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. അയ്യോ മിസ്സായി പോയി, ഒരു പ്രശ്നമല്ല, ഇറ്റ്സ് ഓക്കെ. ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും ചെയ്തേക്കും. ഓക്കെ, ഇതൊക്കെ നമ്മളൊരു ആ 7ന്റെ നമ്പറിന്റെ പവറിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും മാത്രം. അത് എക്സ്ട്രാ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നോ ഇഷ്യൂസ്. ഓക്കെ, സോ 7 മണിക്ക് ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ 7:07. ഓക്കെ, 7:07 അലാറം വെച്ചിട്ട് നിങ്ങൾ ആ സമയത്ത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് വിളക്കൊക്കെ കൊളുത്തിയൊക്കെ റെഡിയായി മെഡിറ്റേഷൻ ഇരിക്കാനോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ അറ്റ്ലീസ്റ്റ് ആ സമയത്തൊന്ന് ശ്രമിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് 7 ദിയ അല്ലെങ്കിൽ 7 ലാമ്പ് 7 ക്യാൻഡിൽ പറ്റിയാൽ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളൊരു വിളക്കായിട്ടോ ഇതായിട്ടോ കൊളുത്തി വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, സെക്കൻഡ് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് 7 മിനിറ്റിന്, ഇനി ആ 7 ആ ഒരു സമയത്ത് മാക്സിമം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. 7 മിനിറ്റിന് നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുക, കണ്ണടച്ച് ജസ്റ്റ് വെറുതെ ഒന്ന് മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്തിങ്. എന്താ പറയുക, ഒരു 7 മിനിറ്റിൻ്റെ സമയം നിങ്ങൾ ഇത് വെച്ച് വെക്കുക. നമ്മുടെ ഫോണിൽ ടൈമർ, ക്ലോക്കൊക്കെ ഉണ്ടല്ലോ, ടൈമർ വെച്ച് വെക്കുക. 7 മിനിറ്റിന് ടൈമർ വെച്ച് കണ്ണടച്ചിരുന്നിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഒന്ന് ഇത് ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയും, ഇതിനെ നിങ്ങൾക്ക് മിക്സപ്പ് ചെയ്യാം. ഓക്കെ, ഈ 7 മിനിറ്റിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. 7 മിനിറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ സെക്കൻഡ് തിങ് അതാണ്. ഫസ്റ്റ് വൺ ലാമ്പ് അല്ലെങ്കിൽ വിളക്ക് എന്തെങ്കിലും കൊളുത്തി വയ്ക്കുക, ക്യാൻഡിൽ കൊളുത്തി വയ്ക്കുക. സെക്കൻഡ് തിങ് മെഡിറ്റേഷൻ 7 മിനിറ്റ്സിന് ചെയ്യാം. ഓക്കെ, ക്ലോക്കിൽ ടൈമർ വെക്കുക. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറയുന്നത്, ഞാൻ പറയുന്നത് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോറി, എൻ്റെ ഒരു ശീലമാണത്, ക്ഷമിക്കാം. ഓക്കെ, സോ 7 മിനിറ്റിന് നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത്, മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മന്ത്ര അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എടുക്കാം. ഓക്കെ, വാട്ട് എവർ, നിങ്ങൾ ആരായാലും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേൾക്കാൻ ഇഷ്ടമുള്ള പ്രയർ, പ്രാർത്ഥന, ചാൻറ്റിങ്, മെഡിറ്റേഷൻ, മീൻസ് ചാൻറ്റിങ്, പ്രാർത്ഥന എന്ത് തന്നെ ആയാലും ഓക്കെ, അതിനെ എടുക്കാം. എന്നിട്ട് അത് 7 തവണ ചൊല്ലാൻ ശ്രമിക്കാം, 7 തവണ പറയാം. ഓക്കെ, സോ അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ മെഡിറ്റേഷനിൽ നിങ്ങൾ കണ്ണടച്ചിരുന്ന് 7 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് ഇതിനെ 7 തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 7 തവണ ഇന്നത്തെ ദിവസം മന്ത്രം ജപിക്കാൻ ശ്രമിക്കും. ഓക്കെ, അതിൽ ഞാനൊരു ആഡഡ് ഒരു കാര്യം കൂടി പറയാം. പറ്റുകയാണെങ്കിൽ 3 തവണ ചെയ്യാം. കാലത്ത് 7 തവണ, ഉച്ചയ്ക്കല്ല വൈകിട്ട് ഒരു 7 തവണ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 7 തവണ. സോ അങ്ങനെയും ചെയ്യാം. ഓക്കെ, 7ന്റെ പവർ നമ്മൾ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. 777 വളരെ ലക്കിയാണ്. സോ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ചാൻറ്റിങ് ഞാൻ പറഞ്ഞു, ചാൻറ്റിങ് ആവാം, അല്ലെങ്കിൽ ഒരു മന്ത്രം നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രയർ, അതിനെ 7 തവണ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നാലാമത്തെ കാര്യം, ആക്ച്വലി ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. നമ്മൾ ചിലത് ലെറ്റ് ഗോ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ, ഡ്രസ്സാവാം, നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് നോക്കുക. ഓക്കെ, ഇന്നിപ്പോൾ അത് കാലത്ത് ചെയ്യാം. ഇതിപ്പോൾ കാലത്ത് തന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് 7 ഡ്രസ്സാവാം, നിങ്ങളുടെ 7 വേറെ സാധനങ്ങളാവാം, 7 സാധനങ്ങളാവാം. ഓക്കെ, 7 കാര്യങ്ങൾ നിങ്ങളുടെ, അല്ലെങ്കിൽ ഓക്കെ അത് വേറെ പറയാം. സോ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്തത് എടുത്ത് കളയാനായാലും ശരി. ഓക്കെ, ജസ്റ്റ് കളയാനായാലും ശരി. നിങ്ങൾ വീട്ടിൽ നമ്മൾ വെറുതെ കുന്നുകൂടി കിടക്കില്ലേ, ചിലത് നമ്മൾ കളയാമെന്ന് വിചാരിക്കും, കളയില്ല, അവിടെ കിടക്കുന്നുണ്ടാവും, പൊട്ടിയതായിരിക്കാം, ചിലപ്പോൾ കേടുവന്നതായിരിക്കാം. കേടുവന്നൊക്കെ ആണെങ്കിൽ എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, കളയാൻ വേണ്ടി ഒരു ക്ലെൻസിങ് നടത്താം. നിങ്ങളുടെ റൂം വീട്ടിൽ പറ്റുന്നവർ വീട്ടിൽ ചെയ്യാം. ഓക്കെ, അല്ലാത്തവർ നിങ്ങളുടെ റൂമിലെങ്കിലും നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലെങ്കിലും ഓക്കെ ഒരു ക്ലെൻസിങ് എന്ന് ചെയ്യാം. അതായത് ചിലത് കളയാനുള്ളത് കളയുക, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. ഒരു 7 ഐറ്റംസ് ഇന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുക. കളയാനുള്ളതിനെ എടുത്ത് കളഞ്ഞോളൂ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കൂ. ഓക്കെ, സോ ആവശ്യമില്ലാത്തത്, നിങ്ങൾ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ വേണ്ടാത്തത്, പൊട്ടിയതോ കേടുവന്നതോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ക്ലെൻസിങ് നടത്തേണ്ട സമയം.
എനിക്ക് ചിലപ്പോൾ ബാഗിൽ ചിലപ്പോൾ പഴയ ബില്ല് കിടക്കുന്നുണ്ടാവും, അതിനടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടേക്കുക. ആ ബിൽസൊക്കെ പഴയതൊന്നും വെക്കാൻ പാടില്ല എന്ന് പറയും. സോ അങ്ങനെ എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് തോന്നുന്ന ഒരു 7 കാര്യങ്ങൾ, പറ്റുന്നത് ഞാൻ ഡൊണേഷൻ ആണ് എൻ്റെ മനസ്സിൽ വന്നത്, പക്ഷെ അത് നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യൂ. 7 കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം കളയാനോ കൊടുക്കാനോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനോ തരത്തിൽ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, സോ 7 അങ്ങനത്തെ കാര്യങ്ങൾ, അതിപ്പോൾ ഇന്ന് പകല് നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തീർക്കാം. ഓക്കെ, സോ അത് ഐ തിങ്ക് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇനി 4ാമത്തെ കാര്യം വൈകിട്ട് ചെയ്യേണ്ടതാണ്. അഗൈൻ വൈകിട്ട് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം വിളക്ക് കൊളുത്തുന്ന കാര്യം പറഞ്ഞു, മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു, ചാൻറ്റിങ്ങിൻ്റെ കാര്യം. ഓക്കെ, സോറി, ഐ തിങ്ക് കൂടുതലായി. എനിവേ ഞാൻ ഒന്നുകൂടി ലിസ്റ്റ് ഇട്ടിട്ട് പറയാം. ഇനി ഒന്ന് ചെയ്യാനുള്ളത്, നിങ്ങൾ ഓക്കെ ആദ്യം എഴുതേണ്ടത് നിങ്ങൾക്ക് 7 കാര്യങ്ങൾ, നിങ്ങളൊരു ബുക്ക് എടുത്ത് വെക്കാം. ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് 7 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത്, എന്തെങ്കിലും നിങ്ങളുടെ നേട്ടങ്ങളാവാം, നിങ്ങളുടെ ജോലിയാവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിയ കാറോ, നിങ്ങളുടെ കയ്യിലുള്ള കാറോ ആയിരിക്കാം, വീടായിരിക്കാം, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, അങ്ങനെ ഒരു 7 കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് താങ്ക്സ് എഴുതാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം ഇന്നത്തെ ദിവസം. 7 കാര്യങ്ങൾ മതി ഇന്ന്. ഓക്കെ, സോ ഈ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു, വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ ക്യാൻഡിൽ കൊളുത്തി വെച്ചു, മെഡിറ്റേഷൻ ചെയ്തു, ചാൻറ്റിങ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഡൊണേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അത് കാലത്ത് തന്നെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ 7 കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണോ ഗ്രേറ്റ്ഫുൾ, അതായത് എന്തിനാണോ താങ്ക്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഇതുണ്ട്, എനിക്ക് അതിന് വളരെയധികം നന്ദിയുണ്ട്, ദൈവമേ എനിക്ക് തന്നതിന് ദൈവം നന്ദിയുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്കിതുണ്ടല്ലോ എൻ്റെ കയ്യിൽ, അതിന് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ ഒരു 7 കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിൽ എഴുതാൻ ശ്രമിക്കുക. ആൻഡ് അത് കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് 7 വിഷസ് എഴുതാം. നിങ്ങൾക്ക് 7 ആഗ്രഹങ്ങൾ, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, 7 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, എഴുതിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആ പേപ്പറായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പേപ്പറിനെ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ ഭഗവാന്റെ അടുത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കൂ. ഓക്കെ, കാണാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് നിങ്ങൾ എടുത്തു വെച്ചോളൂ. ഓക്കെ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അതിനൊന്നും ചെയ്യാനുള്ള ഇനി അങ്ങോട്ട് മുന്നോട്ട് ഓക്കെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാവാം, അതിപ്പോൾ ഏത് തരത്തിലായാലും ശരി, നിങ്ങൾക്ക് വേണ്ട 7 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ 7th വൺ ആയി നമ്മുടെ. ഓക്കെ, അവർക്ക് കൂടി ലാസ്റ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. 7th റിച്വൽ നമ്മൾ ചെയ്യാനുള്ളത് റിലീസിങ് റിച്വൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നിങ്ങൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്ന് പറ്റാത്തവർ, രാത്രി പറ്റാത്തവർ, ഇറ്റ്സ് ഓക്കെ, നാളേക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇതും നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ബട്ട് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക്. യെസ്, ഓക്കെ, റിലീസിങ് റിച്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേടികളാവാം, ഓക്കെ നിങ്ങളുടെ തന്നെ സങ്കടങ്ങളോ വിഷമങ്ങളോ ആരോടെങ്കിലുള്ള ദേഷ്യമോ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷമങ്ങളോ എല്ലാം ഓക്കെ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതെല്ലാം ഒരു പേപ്പറിൽ എഴുതാം. എങ്ങനെ എഴുതണം, എന്ത് എഴുതണം ഒന്നും ചോദിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു, ഇതിനൊന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമില്ല. അത് മനസ്സിലാക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോലെ ചെയ്യുമ്പോഴാണ് അതിന് പവർ കൂടുതൽ. അതും മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഐഡിയാസ് പറഞ്ഞു തരാണ്. ആ ഐഡിയ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദേഷ്യങ്ങൾ, പേടികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അതിനെ തടഞ്ഞു നിർത്തുന്ന നിങ്ങളുടെ പേടികളുണ്ടാവും. ഓക്കെ, റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല, എനിക്ക് ആവശ്യമുള്ള പണം കിട്ടുന്നില്ല, എനിക്കുള്ള നല്ലൊരു ജോലി കിട്ടുന്നില്ല, എന്ത് തന്നെ കാര്യങ്ങളായാലും അത് ആ തടസ്സമായിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, അതായത് ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല, അതേപോലെ തന്നെ ഇതേ മതി. നിങ്ങൾ ഒരു സാഹിത്യവും വേണ്ട, ഒന്നും വേണ്ട, ഒരു ആവശ്യമില്ല. ദൈവമേ എനിക്കൊരു ജോലി കിട്ടുന്നില്ല, ക്ലിയർ ആയിട്ട് പറയൂ. കേൾക്കാൻ നമ്മളും ദൈവവും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ. ഓക്കെ, ആരും വായിക്കാൻ പോകുന്നില്ല അതൊന്നും. സോ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, എൻ്റെ ലൈഫിൽ എന്നെ ഒരാൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ ഇതാ എന്നെ അയാൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, അയാളൊന്ന് വോട്ടെവർ നമ്മൾ റിലീസ് ചെയ്ത് വിടുന്നു എന്ന് പറയാം. ഞാനിതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്ത് വിടുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം ഒന്നെടുത്ത് മാറ്റിത്തരൂ എനിക്ക് എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് എനിക്ക് വേറെ നല്ലത് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് എന്താണോ നല്ലത് അതെനിക്ക് കൊണ്ടുവന്ന് തരാം എന്ന അവസാന വരി മാത്രം ഞാൻ പറയാം. അത് മാത്രം ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ എഴുതി കരഞ്ഞു തീർത്ത ശേഷം നിങ്ങൾക്ക് എത്ര മനസ്സ് ഇതാവുന്നവരെ നിങ്ങൾ എഴുതിക്കോളൂ. അല്ല കിട്ടുന്നില്ല 4 വരി എഴുതിയിട്ട് നിർത്താം, ഓക്കെ, നോ പ്രോബ്ലം.
ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ സങ്കടങ്ങളുണ്ട്, ഞാൻ അതിനെല്ലാം റിലീസ് ചെയ്യുന്നു, അത്ര മതി. വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഭഗവാന് മനസ്സിലാവും. നിങ്ങൾ എല്ലാം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ എല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സറിയുന്നുണ്ട്. സോ യൂണിവേഴ്സ് എല്ലാം കേൾക്കുന്നുണ്ട്. സോ ഡോണ്ട് വറി. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ലാസ്റ്റ് പക്ഷേ ഒരു സെൻറ്റൻസ് മാത്രം എഴുതാൻ ശ്രമിക്കുക. ദറ്റ് എൻ്റെ ലൈഫിലേക്ക് ഇതെല്ലാം എടുത്തു മാറ്റി, വേണ്ടാത്ത എല്ലാം എടുത്തു മാറ്റി, എനിക്ക് വേണ്ടത്, എനിക്ക് നല്ലത് എന്താണോ അതെനിക്ക് കൊണ്ടുവന്ന് തരാം എന്ന് മാത്രം ലാസ്റ്റിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് അതിനെ എഴുതി പ്രാർത്ഥിച്ച് ബേൺ ചെയ്ത് കത്തിച്ച് പറ്റിയ പുറത്ത് ചാരം പുറത്ത് കളയാം. ഓക്കെ, അത് ഇന്ന് കളഞ്ഞില്ലെങ്കിൽ നാളെ കളയാം. എന്തായാലും നിങ്ങൾക്ക് സൗകര്യം പോലെ. ഓക്കെ, രാത്രി ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞ്. സോ രാത്രി നേരത്ത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഐ ഹോപ്പ് മനസ്സിലായി കാണും. ഓക്കെ, ഞാൻ റിച്വൽസ് ഒന്നുകൂടി വേണമെങ്കിൽ ഒരു ടെക്സ്റ്റായിട്ടോ വല്ലതും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ ശ്രമിക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിച്വൽസ് വേണമെങ്കിൽ ഞാൻ പോസ്റ്റിലോ എവിടെയെങ്കിലും ഇടാം, ഒന്നെടുത്ത് നോക്കുക. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നമ്മുടെ ലൈഫിലേക്ക് ഏറ്റവും ബെസ്റ്റ് വരട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പക്ഷെ അതിനെന്താ വേണ്ടത്? ആദ്യം നമ്മളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കണം, മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. ഓക്കെ, അതിന് കൂടെ നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ കൂടെ നിൽക്കും എപ്പോഴും. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.